വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം അൺഎംപ്ലോയ്മെന്റിന്റെ മീനിങ്ങിന്റെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നു. ലേറ്റർ ഓൺ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ഫൈനലി നമ്മൾ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, സോ മൂവിങ് ടു ദ ഇൻട്രൊഡക്ഷൻ, നമുക്ക് കാണാൻ പറ്റുന്നത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ പെർവേഴ്സീവ് ഇഷ്യൂസ് ഇൻ ദ കൺട്രി. അതിപ്പോൾ ഇന്ത്യ ആയിക്കോട്ടെ മറ്റ് നേഷൻസ് ആയിക്കോട്ടെ, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി വൺ ഓഫ് ദ സീരിയസ് പ്രോബ്ലം അല്ലെ. അപ്പോൾ എന്താണ് ഈ അൺഎംപ്ലോയ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, ആൻഡ് ദീസ് പീപ്പിൾ ആർ ഓൾസോ ഏബിൾ ടു ഡു വർക്ക്. അവർക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവർ വിചാരിക്കുകയാണ് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിവുണ്ട്, എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ ഫീലിംഗ്. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് അവർക്ക് ജോലിയില്ല. ദർ ഈസ് നോ എംപ്ലോയ്മെന്റ് ഓർ നോ ജോബ്. അവർക്ക് വേണ്ട ജോലി അവൈലബിൾ അല്ല. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളിസി മേക്കേഴ്സിനും ഇക്കോണമിസ്റ്റിനും ജനറൽ പബ്ലിക്കിനും ഒക്കെ തന്നെ ഒരു ശരിക്കും പറഞ്ഞിട്ടുള്ള ഒരു ബേർഡൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ പോളിസി മേക്കേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? അൺഎംപ്ലോയ്മെന്റ് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് പോളിസി പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഇക്കോണമി ഒന്ന് കരകയറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ആൻഡ് ഇക്കോണമിസ്റ്റ് ഇസ് ഓൾസോ ഡൂയിങ് ഓൾമോസ്റ്റ് സെയിം തിങ്. അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് അവർ പോളിസി റെക്കമെൻഡേഷൻസ് ഗവൺമെന്റിന് കൊടുക്കുന്നു. ആൻഡ് ജനറൽ പബ്ലിക്കിന്റെ കേസ് ആണെങ്കിൽ അവരാണ് ഈ അൺഎംപ്ലോയ്മെന്റ് ശരിക്കും യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് സഫർ ചെയ്യുന്നത്. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് വരുമ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റിന്റെ കൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. ജോലി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇൻകം ഇല്ല അല്ലെ. നോ ജോബ് മീൻസ് നോ ഇൻകം. നോ ജോബ് മീൻസ് നോ ഇൻകം. അപ്പോൾ നോ ഇൻകം മീൻസ് വാട്ട്? പൈസ ഇല്ലെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? നമ്മുടെ ആവശ്യങ്ങളൊന്നും നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് ലേറ്റർ ഓൺ ഒരു സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിലേക്ക് നയിക്കപ്പെടുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീരിയസ് മെനൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അൺഎംപ്ലോയ്മെന്റിനെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അതായത് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി ആൾക്കാർ പറയാണ് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്താ പ്രശ്നം? ജോലി കിട്ടുന്നില്ല. സോ പീപ്പിൾ ആർ ആക്ടിവലി സീക്കിങ് എംപ്ലോയ്മെന്റ്. അവരെന്ത് ചെയ്യുന്നു? സെർച്ചിങ് നടക്കുന്നുണ്ട്, ആക്ടിവലി അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവർക്ക് വേണ്ട ജോലി അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെന്റ് ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടയർമെന്റിനെ പറ്റിയിട്ടും സ്റ്റുഡൻറ്റിന്റെ കേസൊക്കെ നമ്മൾ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഇവരുടെ കേസൊക്കെ ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ആള്, അന്ന് വരെ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അയാൾക്ക് ഇൻകം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് നൗ ഹീസ് റിട്ടയർഡ്. അപ്പൊ റിട്ടയർഡ് എന്ന് പറയുമ്പോൾ അയാൾ അൺഎംപ്ലോയിഡ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ല, അയാൾ അൺഎംപ്ലോയിഡ് അല്ല. ഇനി ഒരു സ്റ്റുഡന്റിന്റെ കേസ്, സ്റ്റുഡന്റ് അൺഎംപ്ലോയിഡ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല എന്ന് നമ്മൾ പറയണം. കാരണം അൺഎംപ്ലോയ്മെന്റ് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഷുഡ് ബി ലുക്കിംഗ് ഫോർ ജോബ്. അവര് ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അറ്റ് ദ സെയിം ടൈം അവർക്ക് ജോലി ഇല്ലായിരിക്കണം. ഓക്കെ, ഈ രണ്ട് കോണ്ടെക്സ്റ്റും ഒരുമിച്ച് വരുന്നതിനാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആളിന് ചിലപ്പോൾ ജോലി അയാൾ സെർച്ച് ചെയ്യുന്നില്ലായിരിക്കും. അയാൾ ജോലി സെർച്ച് ചെയ്യാത്തതുകൊണ്ടാണ് അയാൾ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്നത്, അയാൾക്ക് ജോലി ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ അതിനെ യഥാർത്ഥ അൺഎംപ്ലോയ്മെന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ സ്റ്റുഡന്റ് ഓൾസോ വാട്ട് ഹാപ്പൻ? ആ സ്റ്റുഡന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലി നോക്കുന്നില്ല. സോ ആ സ്റ്റുഡന്റിനെ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ആൾക്കാർ ജോലി നോക്കുന്നു ബട്ട് ജോലി കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ അൺഎംപ്ലോയ്മെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട്, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവരെ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നൗ എന്താണ് ദ പെർസെൻറ്റേജ് ഓഫ് ലേബർ ഫോഴ്സ് ദാറ്റ് ഇസ് അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ? അപ്പൊ ലേബർ ഫോഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ലേബർ ഫോഴ്സിൽ രണ്ട് കാറ്റഗറി ആൾക്കാർ വരുന്നുണ്ട്. ഒന്ന് ഓൾറെഡി വർക്കേഴ്സ്, ഓൾറെഡി ജോബ് ഉള്ള ആൾക്കാർ. രണ്ടാമത്തത് പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ ജോബ്, ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവർ.
അപ്പൊ ഇവര് രണ്ടുപേരും ലേബർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരാള് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ ഓൾറെഡി വർക്കേഴ്സ് ആണ്, ആൻഡ് സെക്കൻഡ് കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറയുമ്പോൾ അവര് ജോലിക്ക് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ജോലിയില്ല. അപ്പോ ദ പെർസെൻറ്റേജ് ഓഫ് ലേബർ ഫോഴ്സ് ദാറ്റ് ഇസ് അൺഎംപ്ലോയിഡ്, അതായത് ലുക്കിംഗ് ഫോർ ജോബ് ബട്ട് ജോലി ഇല്ലാത്ത ആൾക്കാർ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി, അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി, ആരൊക്കെയാണ് അൺഎംപ്ലോയിഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അൺഎംപ്ലോയ്മെന്റ് ഇസ് നോട്ട് എ മോണോലിത്തിക് ഫിനോമിനൻ. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് വരാനായിട്ട് ആക്ച്വലി ഒരു കോസ് മാത്രമല്ല, മൾട്ടിപ്പിൾ കോസസ് അവിടെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ കോസസിന്റെ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയും കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഓരോ ഫോം ഓഫ് അൺഎംപ്ലോയ്മെന്റും ഓരോ ഇംപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഇക്കോണമിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഓരോ സെറ്റ് ഓഫ് ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഇക്കോണമിയിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഇക്കോണമിയുടെ യഥാർത്ഥ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള പോളിസി സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തോ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, അപ്പോൾ നിങ്ങളുടെ അസുഖം എന്താണെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തരാൻ പറ്റത്തുള്ളൂ, അല്ലെ? അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പനിയായിരിക്കും. ഇപ്പൊ പനി ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പനിയാണെന്ന് ഡയഗ്നോസ് ചെയ്ത് പനി മാറാനുള്ള മെഡിസിൻ തന്നാലേ പനി മാറത്തുള്ളൂ. അല്ലാതെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വയറുവേദനയ്ക്കുള്ള മരുന്ന് തന്നാൽ പനി മാറത്തില്ലല്ലോ. സോ ദിസ് ഈസ് ദ സെയിം തിങ്. ഈ ഒരു അനോളജിയാണ് നമ്മൾ ഇവിടെയും എടുക്കേണ്ടത്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണെന്ന് മനസ്സിലാക്കണം, അതിന്റെ യഥാർത്ഥ കോസ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കോസിനെ അഡ്രസ് ചെയ്തിട്ടുള്ള ഈ റെമഡീസ് എടുത്തിട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻസ് എടുത്തിട്ട് ഈ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഇക്കോണമിയെ ഒരു റിവൈവൽ സ്റ്റേറ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റിലേക്ക് പോവാണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതാണ് ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മോർ പീപ്പിൾ ആർ എംപ്ലോയ്ഡ് ദാൻ ആക്ച്വലി റിക്വയർഡ്. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ ഫാമിലി ഫാം എടുക്കുക. ഇതൊരു 2 സെന്റ് ലാൻഡ് ആണെന്ന് വിചാരിക്കുക. 2 സെന്റ് ലാൻഡ് ആണ് ഇത് ഒരു ഫാമിലി ഫാം ആണ്. ഓക്കെ, ജസ്റ്റ് അസ്യൂം ദാറ്റ് ദിസ് ഇസ് എ ഫാമിലി ഫാം. അപ്പോ ഈ ഫാമിലി ഫാം എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം, ഈ ഫാമിലിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന്. ഈ ഫാമിലിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആൾക്കാരുണ്ട്. ഓക്കെ, 4 അഡൽട്ട് പീപ്പിൾ, 4 അഡൽട്സ് ആണ് ഈ ഫാമിലിയിൽ ഉള്ളത്. അപ്പൊ ഈ 4 അഡൽട്സും എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ മുതൽ ഇരുട്ടും വരെ ഈ 2 സെന്റ് ലാൻഡിൽ ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് ഇവരുടെ ജോലി. അപ്പൊ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഇവരോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ജോലി? അപ്പൊ എല്ലാരും പറയുന്നു, ഞങ്ങളുടെ ഫാമിലി ഫാമിൽ കൾട്ടിവേഷൻ നടത്തുന്നു, അഗ്രികൾച്ചർ, ഇതാണ് നമ്മുടെ ജോലി. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 4 പേരും കൂടി ഈ 2 സെന്റ് ലാൻഡില് രാവിലെ മുതൽ ഇരുട്ടും വരെ പണിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ 4 പേരിൽ കുറച്ച് പേർക്ക്, ഫോർ എക്സാമ്പിൾ അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും പുറത്തു പോയി വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? ഈ 4 പേരിൽ നിന്ന് ഒരാളെ നമ്മൾ ഇവിടെ മാറ്റിയാൽ കൂടിയും ഈ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിന് ഒരു മാറ്റവും വരത്തില്ല. ഇനി ഈ 4 പേരെന്ന് പറയുന്നത് 5ാമൻ ഒരാളും കൂടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ടിന് ഒരു മാറ്റവും വരത്തില്ല. ഔട്ട്പുട്ട് വിൽ റിമൈൻ ദ സെയിം. അതായത് ഇവിടെ വേണ്ടത് കൂടുതൽ ആൾക്കാർ എംപ്ലോയിഡ് ആയിട്ടുണ്ട്. ഇതൊരു ഹിഡൻ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഈ ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഹിഡൻ അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, കാരണം ഇത് ഇങ്ങനെ ഒളിച്ചിരിക്കണം, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാരോട് ചോദിക്കുന്നു എന്താ ജോലി, ഫാമിലി ഫാമിൽ വർക്ക് ചെയ്യുന്നു. ഇത് അഗ്രികൾച്ചറൽ സെക്ടറിൽ മാത്രമല്ല, ഒരുപാട് അൺഓർഗനൈസ് ഏരിയാസിലും വരുന്നുണ്ട്. അൺഓർഗനൈസ് സെക്ടറിലും എന്താണ് ഈ ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ് വരുന്നുണ്ട്. ഇത് വരുമ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിന് എന്താ സംഭവിക്കുന്നത്? 0 ആണ്. കാരണം ഒരു എക്സ്ട്രാ ലേബറിനെയും കൂടെ എടുക്കുമ്പോൾ അവിടുത്തെ പ്രൊഡക്ഷന് ഒരു മാറ്റവും വരുന്നില്ല. പ്രൊഡക്ഷൻ വിൽ റിമൈൻ ദ സെയിം. ഇവിടെ ഇപ്പൊ 3 പേഴ്സൺസ് ആണെങ്കിലും 3 പേഴ്സൺസ് ആണ് ജോലിയിൽ നിൽക്കുന്നെങ്കിലും
20 kg ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 4 പേഴ്സൺസ് ആണ് ജോലിയിൽ നിൽക്കുന്നെങ്കിലും 20 kg ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 പേഴ്സൺസ് ആണ് ഈ ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ വർക്ക് ചെയ്യുന്നെങ്കിലും 20 kg തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരാളെ കൂടെ എക്സ്ട്രാ എടുത്തെന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരു മാറ്റം വരുന്നില്ല. ദാറ്റ് ഈസ് വൈ യു ആർ സേയിങ് ദാറ്റ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്കസ് അൺഎംപ്ലോയ്മെന്റ്. അടുത്തതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഇപ്പൊ ഈ സീസണൽ അൺഎംപ്ലോയ്മെന്റ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ അഗ്രികൾച്ചർ തന്നെയാണ്. അപ്പൊ അഗ്രികൾച്ചറിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആരാണ് അഗ്രികൾച്ചർ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യുന്നത്? ഫാമേഴ്സ്. ഇവരാണ് ആക്ച്വലി കൾട്ടിവേഷൻ നടത്തുന്നത്. അപ്പൊ ഇവര് ചില സമയത്ത് ഭയങ്കര ബിസി ആയിരിക്കും, ചില സമയത്ത് ഇവർക്ക് ജോലിയൊന്നും ഇല്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ സോയിങ് സീസണിൽ അവർ ഭയങ്കര ബിസി ആയിരിക്കും. അഗൈൻ ഹാർവെസ്റ്റിംഗ് സീസണിൽ അവർ ഭയങ്കര ബിസി ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് 2-3 ദിവസങ്ങളിൽ ചിലപ്പോൾ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കണം, ചിലപ്പോൾ അവർക്ക് ഇറിഗേഷന് വേണ്ടിയിട്ട് അവർ കുറച്ച് സമയം ചെലവഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കള പറിക്കാനും ഒക്കെ കൂടി കുറച്ച് സമയം ചെലവഴിക്കുമായിരിക്കും. പക്ഷേ അതല്ലാണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഈ ലാൻഡിലില്ല. സോയിങ് സീസണിലും ഹാർവെസ്റ്റിംഗ് സീസണിലും ഭയങ്കര ബിസി ആയിരിക്കും. പക്ഷേ അതല്ലാത്ത സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ടു ദീസ് പീപ്പിൾ? അവർ അൺഎംപ്ലോയിഡ് ആണ്. ഡ്യൂറിങ് ഓഫ് സീസൺ അവർ അൺഎംപ്ലോയിഡ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഇയറിലെ അല്ലെങ്കിൽ ഒരു നോർമലി ഒരു ഇയർ എടുക്കുകയാണെങ്കിൽ ആ ഇയറിലെ ഏതെങ്കിലും ചില പീരീഡ്സിൽ അവർ എംപ്ലോയിഡ് ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദ അതർ പീരീഡ്സ് അവർ അൺഎംപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് കുഡ് ബി പ്രെഡിക്റ്റബിൾ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം, ഇപ്പൊ റൈസ് കൾട്ടിവേഷൻ ആണ് ഈ ഒരു കൺസേൺ ഫാർമർ ചെയ്യുന്നതെങ്കിൽ അയാൾ ആ റൈസ് വിതയ്ക്കുന്ന സമയം അയാൾക്ക് ജോലിയുണ്ട്, കൊയ്യുന്ന സമയം ജോലിയുണ്ട്, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് അയാൾക്ക് ജോലിയില്ല. ഓക്കെ, അഗ്രികൾച്ചർ ലേബറേഴ്സിന് പ്രത്യേകിച്ച് സംഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഈ സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഇത് അഗ്രികൾച്ചർ ലേബറേഴ്സിന് മാത്രമല്ല, നമ്മുടെ ഫാക്ടറി വർക്കേഴ്സിനും സംഭവിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ക്രാക്കർ മേക്കിംഗ് ഫാക്ടറീസിന്റെ കേസ് എടുക്കുകയാണ്. ക്രാക്കർ മേക്കിംഗ് ഫാക്ടറീസ് എന്താണ്? ക്രാക്കർ മേക്കിംഗ് ഫാക്ടറീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പടക്കം ഉണ്ടാക്കുന്ന ഫാക്ടറീസ്. ഓക്കെ, അപ്പൊ ഈ ക്രാക്കർ മേക്കിംഗ് ഫാക്ടറീസിൽ ശരിക്കും ഈ ദീപാവലി ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുമ്പോൾ ഈ ഫാക്ടറീസിൽ ഒരുപാട് എക്സ്ട്രാ ലേബറേഴ്സിനെ പുറത്തുനിന്ന് എടുത്തിട്ട് ഒരുപാട് പടക്കങ്ങൾ ഉണ്ടാക്കുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് പടക്കങ്ങൾ ക്രാക്കേഴ്സിന് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ കാരണം എന്താണ്? ആ സമയത്ത് ക്രാക്കേഴ്സിന്റെ ഡിമാൻഡ് മാർക്കറ്റിൽ വളരെയധികം കൂടിയിരിക്കും. അപ്പൊ ഈ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ക്രാക്കേഴ്സ് വേണം. സോ ഈ ഫാക്ടറീസ് എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ ലേബേഴ്സിനെയൊക്കെ എടുത്തിട്ട് ക്രാക്കേഴ്സ് ഉണ്ടാക്കുന്നു. ആൻഡ് വൺസ് ദിസ് ഫെസ്റ്റിവൽ സീസൺ ഇസ് ഓവർ, ദീപാവലി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഉത്സവകാലമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഈ ക്രാക്കേഴ്സ് കൊണ്ട് ഉപയോഗമൊന്നുമില്ല, അല്ല ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ ഈ ഫാക്ടറീസ് എന്ത് ചെയ്യും? ഈ ക്രാക്കർ മേക്കിംഗ് ഫാക്ടറീസ് എന്ത് ചെയ്യും? അവര് കുറേ ലേബറേഴ്സിനെ പറഞ്ഞയക്കും. എന്നിട്ട് അവരുടെ അടുത്ത് പറയും, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് ആക്ച്വലി ഡിമാൻഡ് വളരെ കുറവാണ്, അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ കുറയ്ക്കണം. സോ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ജോലിയില്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഒരു പെർട്ടിക്കുലർ സീസണിൽ അവർക്ക് എംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു, ആൻഡ് ഇൻ സം അതർ സീസൺസ് അവർക്ക് എംപ്ലോയ്മെന്റേ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ. ഇതൊക്കെയാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എക്സാമ്പിൾസ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ എന്താണ് ഈ വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്? ആൾക്കാർ നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ വേജ് റേറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷെ അവർക്ക് ഈ പെർട്ടിക്കുലർ അവൈലബിൾ ആയിട്ടുള്ള വേജ് റേറ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമേ ഇല്ല. കാരണം അവരുടെ മനസ്സിൽ ഒരു വേജ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റിസർവേഷൻ വേജ്. ദിസ് ഇസ് എ മിനിമം അക്സെപ്റ്റബിൾ വേജ് that a person is having in his or her mind. ഈ റിസർവേഷൻ വേജിൽ നിന്നും ഒരു ശകലമെങ്കിലും മാർക്കറ്റിൽ പ്രിവൈൽ ചെയ്തിരിക്കുന്ന വേജ് കുറവാണെങ്കിൽ, റിസർവേഷൻ വേജ് കൂടുതലും മാർക്കറ്റ് വേജ് കുറവുമാണെങ്കിൽ എന്ത് സംഭവിക്കും? ആൾക്കാർ വിചാരിക്കും, ഞാൻ ജോലിക്ക് പോകില്ല, ഐ വിൽ നോട്ട് ഗോ ആൻഡ് വർക്ക്. കാരണം എൻ്റെ മനസ്സിലുള്ള ഒരു വേജ് അല്ല മാർക്കറ്റിൽ പ്രിവൈൽ ചെയ്യുന്നത്. സോ വൈ ഷുഡ് ഐ ഗോ ആൻഡ് വർക്ക്? എൻ്റെ മനസ്സിൽ ഉള്ള ആ ഒരു വേജെങ്കിലും എനിക്ക് കിട്ടാണ്ട് ഞാൻ പോവില്ല. കാരണം എൻ്റെ മനസ്സിൽ വെച്ചേക്കുന്നതാണ് ആ ജോലിക്ക് പറ്റിയ വേജ്.
ഓക്കെ, ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റുന്നു, ആൾക്കാർ പ്രിഫർ ചെയ്യാണ് നോട്ട് ടു വർക്ക്. ആൾക്കാരുടെ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ് നോട്ട് ടു വർക്ക്. സോ സംടൈംസ് അവരുടെ ലെഷർ പ്രിഫറൻസിന് വേണ്ടിയിട്ട് അവർ വിചാരിക്കും വർക്കിന് പോണ്ട, എന്താണ് കുറച്ചു നേരം വെറുതെ ഇരിക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം മൂവി കണ്ട് എൻജോയ് ചെയ്യാം, കുറച്ചു നേരം പാർക്കിൽ പോയി വെറുതെ ഇരിക്കാം. അങ്ങനെയൊക്കെ ആ സമയം ആൾക്കാർ വിചാരിക്കുകയാണെങ്കിൽ ജോലിക്ക് പോണ്ട, ഞാൻ ഇത്രയും നേരം ജോലി ചെയ്തല്ലോ, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരും അഗൈൻ അവരും വോളണ്ടറി അൺഎംപ്ലോയ്മെന്റിൽ വരുന്നവരാണ്. So all these people are identified as voluntary unemployed. Okay. അടുത്തതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്? ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യുക ഡിഗ്രി ഇൻ ഇക്കണോമിക്സ്. അപ്പൊ നിങ്ങൾക്ക് ഇക്കണോമിക്സ് ഡിഗ്രി കയ്യിലുണ്ട്, ഓക്കെ, ഗ്രാജുവേഷൻ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കണം, ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇക്കണോമിക്സ് ഡിഗ്രി ഉണ്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 5 ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ജോബ് അന്വേഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ണി കാണുന്ന സ്ഥലത്തൊക്കെ നോക്കുകയാണ്, തിരയാണ് നിങ്ങൾക്ക് പറ്റിയ ജോബ് ഉണ്ടോ. അപ്പൊ നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ നോക്കുന്നുണ്ട്, പ്രിന്റ് മീഡിയയിൽ നോക്കുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് മീഡിയയിൽ നോക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജോബ് സെർച്ച് ചെയ്യാണ്. നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആക്ച്വലി ഡിഗ്രി ഹോൾഡേഴ്സിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടും വിളിക്കുന്നത് ലോ ഹോൾഡേഴ്സിനെ, ഇംഗ്ലീഷിൽ ഡിഗ്രി ഉള്ളവരെ, മാത്സിൽ ഡിഗ്രി ഉള്ളവരെ ഒക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇക്കണോമിക്സിൽ ഡിഗ്രി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് പോസ്റ്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ജോബ് പോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. ബിക്കോസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുമ്പോൾ ഡിഗ്രി ഹോൾഡർ ആണ് നിങ്ങളെങ്കിലും ഡിസിപ്ലിൻ ഡിഫറെന്റ് ആണ്, അല്ലെ? നിങ്ങൾ ഇക്കണോമിക്സ്, മറ്റുള്ളവരൊക്കെ ലോ, ഇംഗ്ലീഷ്, മാത്സ് അങ്ങനെയൊക്കെയാണ്. സോ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. നമ്മുടെ മാർക്കറ്റിന്റെ നീഡും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും തമ്മിൽ വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ സ്കില്ലും അവൈലബിൾ ജോബും തമ്മിൽ വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്കിൽഡ് ആണ്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതല്ല നമ്മുടെ ഇക്കോണമിക്ക് ആ ഒരു സമയത്ത് വേണ്ടത്. അപ്പൊ നിങ്ങളെ ആ ഒരു സമയത്ത് ജോബിലേക്ക് പ്രാപ്തനാക്കി അല്ലെങ്കിൽ പ്രാപ്തിയാക്കി എടുക്കാനായിട്ട് എന്ത് വേണം? ട്രെയിനിങ് വേണം. സോ യു നീഡ് ടു ഡെവലപ്പ് ന്യൂ സ്കിൽസ്, അല്ലെ? അപ്പോൾ ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എല്ലാം ഇപ്പോഴും ഒരുപോലെ നിൽക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ന് നിങ്ങൾക്ക് ജോലി ഇല്ലാതെ ഇരിക്കണം എന്നല്ല. ഒരു പരിധി വരെ ഇത് പോവും, ഈ ഒരു സെനാറിയോ പോവും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ഇക്കോണമിയുടെ ആവശ്യങ്ങൾ മാറും. അപ്പോൾ നിങ്ങൾക്കായിരിക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ സം അതർ കാറ്റഗറി ഓഫ് പീപ്പിൾ മൈറ്റ് നോട്ട് ബി ഗെറ്റിംഗ് ജോബ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പോളിസി ഇന്റർവെൻഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയുടെ തന്നെ സ്ട്രക്ചറിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഓക്കെ, അടുത്തതാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഈ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ബിസിനസ് സൈക്കിളിനെ മനസ്സിലാക്കണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇക്കോണമിയുടെ അഗ്രിഗേറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി ഇങ്ങനെ സൈക്ലിക്കൽ ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് പൊസിഷനെ നമുക്ക് ബൂം എന്നും ഏറ്റവും ബോട്ടത്തിനെ നമുക്ക് ഡിപ്രഷൻ എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ ബൂമിൽ നിന്നും ഡിപ്രഷനിലേക്ക് വരുന്ന ഈ ഒരു പാത്വേ ഉണ്ടല്ലോ, ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു സ്റ്റേജിനെ നമുക്ക് റെസഷൻ എന്ന് വിളിക്കാം. ആൻഡ് വൺസ് ഡിപ്രഷനിലെത്തിയ ഇക്കോണമി എന്നും ഡിപ്രഷനിൽ തന്നെ നിൽക്കത്തില്ല. കാരണം അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ സെൻട്രൽ ബാങ്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ പോളിസി മെഷേഴ്സ് എടുക്കും. അപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ ഫിസ്ക്കൽ പോളിസി, സെൻട്രൽ ബാങ്ക് ആണെങ്കിൽ മോണിറ്ററി പോളിസി ഒക്കെ എടുത്തിട്ട് ഈ ഇക്കോണമി ഒന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കും. സോ ആ ഒരു ഫേസ് ആണ് റിക്കവറി. അങ്ങനെ 4 ഫേസസിലാണ് നമ്മുടെ ബിസിനസ് സൈക്കിൾ കടന്നു പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബാഡ് ഫേസസ് എന്ന് പറയുമ്പോൾ റെസഷനും ഡിപ്രഷനും. ഈ റെസഷൻ ഡിപ്രഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? ആൾക്കാരുടെ ജോലി ഇല്ലാണ്ടാവുന്നു, ആൾക്കാരുടെ ഇൻകം ഇല്ലാണ്ടാവുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതാവുന്നു, പ്രൊഡക്ഷൻ ഇല്ലാതാവുന്നു, മൊത്തത്തിൽ ഒരു ഡൾ സ്റ്റേറ്റ് ആണ്. ഈ ഇക്കണോമിക് ഡൗൺ ടേൺസിന്റെ സമയത്ത് ഡിമാൻഡും വളരെ കുറവായിരിക്കും. കാര്യം എന്താ? ആൾക്കാരുടെ ഇൻകം കുറഞ്ഞു, അല്ലെ? ഇൻകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഡിമാൻഡും കുറയുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് പറ്റുന്നു? പ്രൊഡക്ഷൻ കുറയുന്നു. പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് പറ്റുന്നു? എംപ്ലോയ്മെന്റ് കുറയുന്നു. സോ അൺഎംപ്ലോയ്മെന്റ് വരുന്നു,
അല്ലേ? അപ്പൊ ഈ ഒരു അന്തരീക്ഷത്തിൽ റെസഷനിലും ഡിപ്രഷനിലും വരുന്ന ആ ഒരു അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഈ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് മെയിൻലി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വേറെ ഇക്കോണമീസിലൊന്നും ഇതില്ല എന്നല്ല. ഇത് എല്ലാ ഇക്കോണമീസിനെയും ബാധിക്കും, ബട്ട് മോസ്റ്റ്ലി നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീസിനാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പുതിയ ടെക്നോളജി വരുമ്പോൾ ആൾക്കാർ അൺഎംപ്ലോയ്മെന്റിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ റോബോട്ടിക്സിന്റെയൊക്കെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റിന്റെ കാലഘട്ടമാണ്. ഇപ്പൊ റോബോട്ട്സിനെയൊക്കെ ബിൽഡ് ചെയ്തിട്ട് റോബോട്ട്സിനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജപ്പാനീസ് എക്കോണമിയിലൊക്കെ നോക്കുകയാണെങ്കിൽ റോബോട്ട്സ് അവിടെ ഒരുപാട് ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ടെക്നോളജി വളരുന്നുണ്ട്. ആൻഡ് ഈ വേറൊരു എക്സാമ്പിൾ പറയുകയാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോൾ അന്ന് വരെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുകയാണ്. ബിക്കോസ് AI is so very very efficient, very much efficient. Again, robots are very much efficient. അപ്പൊ ഈ ഒരു ഓട്ടോമേഷൻ കാരണം അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ കാരണം എന്താ സംഭവിക്കുന്നത്? ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 69% ഓഫ് ദ ജോബ്സ് നഷ്ടപ്പെടുന്നതും എന്തുകൊണ്ടാണ്? ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ പുതിയ ടെക്നോളജി വരുമ്പോഴേക്കും എന്താണ്, കുറെ പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് കമ്പ്യൂട്ടറൊക്കെ വന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കമ്പ്യൂട്ടർ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ആൾക്കാർ ആണ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വന്നപ്പോ എന്താ സംഭവിക്കുന്നത്? കമ്പ്യൂട്ടേഴ്സിന് വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അത് കാരണം ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇതൊക്കെ തന്നെ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റിൽ വരുന്നതാണ്. ഓക്കെ, വേറെ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പോ ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് ഒരു എക്സാമ്പിൾ ആദ്യം പറയാം. ജസ്റ്റ് അസ്യൂം ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾഡ് ജോബ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. യു ലോസ്റ്റ് ഇറ്റ്. എന്നാ ലോസ്റ്റ് ആയത്? ജനുവരി 1st of 2025. ജനുവരി 1st of 2025 നിങ്ങളുടെ പഴയ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ വിചാരിക്കുകയാണ് പുതിയൊരു ജോലി കണ്ടെത്തണം. സോ അതിനുവേണ്ടി നിങ്ങൾ ആക്റ്റീവ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ബൈ മാർച്ച് ഓഫ് 2025 പുതിയ ജോലി കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ മാർച്ച് 1 തന്നെ നിങ്ങൾ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുന്നു. ജനുവരി 1 of 2025 ഒരു ജോലി പോയി, അടുത്ത ജോലി കിട്ടുന്നത് മാർച്ച് 1st of 2025 മാത്രമാണ്. സോ വാട്ട് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ? ഇതിന്റെ ഇടയിലുള്ള സമയത്തിന് എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് ജോലി ഇല്ലായിരുന്നു. സോ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഷോർട്ട് ടേം ജോലി ഇല്ലായ്മയാണ് നമ്മൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ആക്ച്വലി നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ഇക്കോണമിയിൽ നിന്ന് എടുത്ത് മാറ്റി കളയാൻ പറ്റില്ല. ബിക്കോസ് ഓൾവേസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിക്ക് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് വന്നിരിക്കും. ഇത് വരാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇൻഫോർമേഷൻ അസിമെട്രി. അതായത് ഫോർ എക്സാമ്പിൾ, ഒരുപാട് കമ്പനീസ് ജോബ്സിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. സോ ദർ ഈസ് സംതിങ് കോൾ ഫോർ ജോബ് ഗോയിങ് ഓൺ. കമ്പനീസ് ജോബിന് വേണ്ടിയിട്ട് ജോബ് ആപ്ലിക്കേഷൻസ് ഒക്കെ വിളിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങൾക്ക് ഇങ്ങനെ കോൾസിനെ പറ്റി അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വെൽ ക്വാളിഫൈഡ് ആയിരിക്കും, പക്ഷേ ഓരോ കമ്പനീസും ഇങ്ങനെ വിളിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന കമ്പനി ഇന്ന സമയം വിളിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ ഒരു നിർവാഹവും ഇല്ല. സോ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു സ്കില്ലിന് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒരു കമ്പനി ജോലിക്ക് വേണ്ടി വിളിക്കുന്നു എന്ന് പോലും നിങ്ങൾ അറിയുന്നില്ല. ഓക്കെ, സോ ഇത് ഒരു ടെമ്പററി സെനാറിയോ ആണ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇതിനെ സെർച്ച് അൺഎംപ്ലോയ്മെന്റ് എന്നും വിളിക്കുന്നുണ്ട്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഇസ് ഓൾസോ കോൾഡ് സെർച്ച് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, ഇതൊരു ഷോർട്ട് ടേം നേച്ചർ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അടുത്തത് ക്രോണിക് അൺഎംപ്ലോയ്മെന്റ്. ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാള്
നിലനിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പോൾ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിട്ടു പോകാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു ഡീപ്പ് സീറ്റഡ് പ്രോബ്ലം ആണ്. അപ്പോൾ എന്താ, ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയും വേണ്ട പെട്ടെന്ന് എംപ്ലോയ്മെന്റ് കിട്ടുമെന്ന്. സോ ദീസ് പീപ്പിൾ വുഡ് ബി അൺഎംപ്ലോയിഡ് ഫോർ എ ലോങ് ഡ്യൂറേഷൻ. ഒരു വലിയ കാലഘട്ടത്തിലേക്ക് ഇവർക്ക് ജോലി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. സോ സംടൈംസ് 6 months ആയിരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും, ചിലപ്പോൾ 1 വർഷത്തിലേക്കാൾ കൂടുതലായിരിക്കും. ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ചിലപ്പോൾ ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ കൊണ്ടായിരിക്കും ഈ ഒരു ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് വന്നത്. ചിലപ്പോൾ സ്ട്രക്ചറൽ റീസൺസ് കൊണ്ടായിരിക്കാം ഈ ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് വന്നത്. സ്ട്രക്ചറൽ റീസൺസ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത എന്തെങ്കിലും വലിയ രീതിയിലുള്ള സ്ട്രക്ചറൽ റീസൺസ് ആയിരിക്കാം ഈ ഒരു ക്രോണിക് അൺഎംപ്ലോയ്മെന്റിലേക്ക് നയിക്കുന്നത്. വാട്ട് എവർ, ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് അത്ര നല്ലതല്ല. കാരണം അത് നമ്മുടെ ഇക്കോണമിയെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. അടുത്തതാണ് വൾണറബിൾ എംപ്ലോയ്മെന്റ്. ഈ വൾണറബിൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ എംപ്ലോയിഡ് ആണ്. ടുഡേ യു ആർ എംപ്ലോയിഡ്. ടുഡേ യു ആർ എംപ്ലോയിഡ്. അതിനർത്ഥം നാളെയും എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കുമെന്നല്ല. ടുമോറോ യു മൈറ്റ് ബി അൺഎംപ്ലോയിഡ്. ഈ യു മൈറ്റ് ബി അൺഎംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ നാളെ അൺഎംപ്ലോയിഡ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ, വലിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇൻഫോർമൽ സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇൻഫോർമൽ സെക്ടറിൽ എന്താ സംഭവിക്കുക, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജോബ് കോൺട്രാക്ട് ഒന്നുമില്ല. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ വാക്കാൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. നാളെ വരണ്ട എന്ന് പറഞ്ഞാൽ നാളെ വരണ്ട, എന്താന്ന് ചോദിക്കാനുള്ള ഒരു റൈറ്റ് പോലും ചിലപ്പോൾ വർക്കറിന് അവിടുത്തെ കമ്പനി ഓണർ കൊടുക്കുന്നില്ല. അപ്പോൾ വിത്തൗട്ട് പ്രോപ്പർ ജോബ് കോൺട്രാക്ട്സ്, വിത്തൗട്ട് മെയിൻറ്റെയിനിങ് അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ആൻഡ് ഓൾ, ഈ അൺഓർഗനൈസ് സെക്ടറിൽ ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഒരാൾ ഒരു ചെറിയ ഒരു തുണിക്കടയിൽ ജോലി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതൊരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ 2 വർക്കേഴ്സ് ഉണ്ട്. 2 വർക്കേഴ്സ്, ഒന്ന് നിങ്ങളും മറ്റൊരാള് പേഴ്സൺ ഡി എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, അപ്പോ നിങ്ങൾ ഒരു 2 മാസമായിട്ട് ഈ ഒരു കമ്പനിയിൽ ഈ ഒരു പെർട്ടിക്കുലർ ജോബ് ഈ ഒരു ഷോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ഷോപ്പ് ഓണർ അല്ലെങ്കിൽ കമ്പനി ഓണർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ് നാളെ മുതൽ വരണ്ട. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ കാര്യം? അപ്പൊ നിങ്ങളുടെ ആ ഷോപ്പ് ഓണർ പറയാണ് അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വരണ്ട. അപ്പൊ നിങ്ങൾ ഉടനെ പറയാണ് ഓക്കെ വരണ്ടെങ്കിൽ വരണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ എനിക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് സാലറിയും ഉടനെ തന്നെ തരും. അപ്പൊ ഈ ഷോപ്പ് ഓണർ പറയാണ് ഞാൻ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കാരണം നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്തിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ്സും ഇല്ല. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു അറ്റൻഡൻസ് രജിസ്റ്ററിലും സൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റെക്കോർഡേ ഇല്ല. പിന്നെ നിങ്ങൾ എന്തിന്റെ ബേസിസിലാണ് പോയി കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ ഉള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ഒരുപാട് നമ്മുടെ ഈ ഇൻഫോർമൽ സെക്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെ വൾണറബിൾ എംപ്ലോയ്മെന്റ് ഇൻഫോർമൽ സെക്ടറിൽ വളരെ കോമൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഇന്ത്യ പറയാണ് ഇന്ത്യക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ബൈ 2030 എല്ലാം തന്നെ അറ്റൈൻ ചെയ്യണം എന്ന്. അതില് 0 ഹങ്കർ പറയുന്നുണ്ട്, 0 പോവർട്ടി പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ വൾണറബിൾ എംപ്ലോയ്മെന്റ് അവോയ്ഡ് ചെയ്തേ പറ്റൂ. ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് വേണ്ടേ, അവർ ചെയ്യുന്ന ജോലി നാളെ നിലനിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്. അതർവൈസ് അവരുടെ പെർഫോമൻസിനെ അത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത് തന്നെയാണ് ഗവൺമെന്റും പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് അൺഎംപ്ലോയ്മെന്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫേസറ്റഡ് ചാലഞ്ച് ആണ്. ഇതിന് ഒരുപാട് ഇംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൺഎംപ്ലോയ്മെന്റ് ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രം, ഒരൊറ്റ കോസ് കൊണ്ട് മാത്രം വരുന്നതല്ല, അത് വരാനായിട്ട് മൾട്ടിപ്പിൾ കോസസ് ഉണ്ട്, മൾട്ടിപ്പിൾ കോസസ്. അപ്പോൾ നമ്മുടെ ഇക്കോണമി ഭയങ്കര കോംപ്ലക്സ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്.
അവിടെ ഒരുപാട് കോസസ് അൺഎംപ്ലോയ്മെന്റിലേക്ക് നയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിന് വേണ്ട സൊല്യൂഷന് നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനും ഒരു സൊല്യൂഷൻ കൊടുത്താൽ പറ്റത്തില്ല. ടൈലർ മെയ്ഡ് പോളിസി റെസ്പോൺസ് തന്നെ വേണം. ഓരോന്നിനും ഓരോ പോളിസി മെഷർ തന്നെ വേണം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും ഒക്കെ പറയുന്നത്. അവർ പറയുന്നു നമ്മുടെ ഇക്കോണമി ഒരു റെസിലന്റ് സ്റ്റേറ്റിൽ എത്താനായിട്ട്, ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ അൺഎംപ്ലോയ്മെന്റിനെ അഡ്രസ് ചെയ്തേ പറ്റൂ. ഓരോ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമ്മൾ കാണുമ്പോഴും അതിന് സ്പെസിഫിക് ആയിട്ട് വേണ്ട മെഷേഴ്സ് എടുത്ത് അതിനൊന്ന് കൗണ്ടർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ. അല്ലാണ്ട് എല്ലാ അൺഎംപ്ലോയ്മെന്റിനും കൂടി ഒരു പെർട്ടിക്കുലർ പോളിസി മെഷർ എടുത്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതും കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കണം. സോ അതായിരുന്നു ഇന്നത്തെ സെഷൻ. അപ്പോൾ വേറെ കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസും അതേപോലെ തന്നെ ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റും നമ്മുടെ ലേൺ എക്കണോമി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ യു ക്യാൻ ഡൗൺലോഡ് ദ ലേൺ എക്കണോമി ആപ്പ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. That's all for today. You can like, share and subscribe to our channel for more such content. Thank you.